നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. പാർലമെന്റ് ക്യാന്റീനിൽ മറ്റു പാർട്ടി എംപിമാർക്കൊപ്പം ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ തന്നെ സംഖ്യയാക്കിയ CPM-ഉം DYFI-യും ജോൺ ബ്രിട്ടാസിനെ എന്തു വിളിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP കൊല്ലത്ത് ചോദിച്ചു. നടൻ മുകേഷ് നടത്തിയത് തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന മഹിളാ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് പുറമെ അയാൾ പാർട്ടി അംഗമല്ലാത്തത് കൊണ്ടാണ് നടപടിയെടുക്കാൻ കഴിയാത്തതെന്ന വാദവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തൃശൂർ പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP അധികാരത്തിലെത്തിയാൽ വികസന രേഖ തയ്യാറാക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ ഉയർത്തി നിർത്തുന്നത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. രഹസ്യമായി PM ശ്രീക്ക് വേണ്ടി പാലമായ ബ്രിട്ടാസിനെ മുന്നയെന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിച്ചു. സ്വർണ്ണപ്പാളി കേസിൽ രണ്ടാമതും മുൻ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. രണ്ടാം കേസിൽ 11ാം പ്രതിയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വിദേശ പക്ഷികളെ പിടികൂടി. തായ്ലൻഡിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശികളായ ദമ്പതികളാണ് പക്ഷികളുമായി എത്തിയത്. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 8129516829. മറ്റൊരു നമ്പർ 9074746363. സീബ്ര ലൈൻ ലംഘിച്ചതിന് തിരുവനന്തപുരത്ത് മാത്രം 641 കേസുകൾ മോട്ടോർ വാഹന വകുപ്പ് രജിസ്റ്റർ ചെയ്തു. കേശവദാസപുരം മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. 2000 രൂപ വീതമാണ് പിഴ. സർക്കാർ തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങൾ ടെലിഗ്രാമിലും എക്സിലുമൊക്കെ പ്രചരിച്ചത് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി സജി ചെറിയാൻ. ആശുപത്രിയിലെയും വനിതാ ഹോസ്റ്റലുകളിലെയും ഒക്കെ ദൃശ്യങ്ങൾ വിൽപ്പനയ്ക്കുണ്ടെന്ന് സൈബർ പോലീസ് അറിയിച്ചു. കോൺഗ്രസിൽ ഒരേ ഒരു ദിവസം മാത്രം നിന്ന BJPയുടെ വനിതാ കൗൺസിലർ B വിജയലക്ഷ്മി തിരികെ പാർട്ടിയിലെത്തി. RSS BJP നേതാക്കൾ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണെന്ന് കോൺഗ്രസ് നേതാവ് N ശക്തൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്കൂൾ ജില്ലാ കലോത്സവം ഇന്ന് ആറ്റിങ്ങലിൽ ഫിനിഷിംഗ് പോയിന്റിലെത്തുമ്പോൾ പാലോട് ഉപജില്ല 815 പോയിന്റുകൾ നേടി 1ാം സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം സൗത്ത് 2ാം സ്ഥാനത്തും നോർത്ത് 3ാം സ്ഥാനത്തുമാണ്. പൈലറ്റുമാരുടെ ക്ഷാമം എന്ന വിശദീകരണവുമായി ഇൻഡിഗോ 550 സർവീസുകൾ മുടക്കിയത് യാത്രക്കാരെ വലച്ചു. സാധാരണ നിലയിലാകാൻ 2 മാസം എടുക്കുമെന്നാണ് സൂചന. രാജ്യത്തെ നഗരത്തിലെ ആൾക്കാർക്ക് വീടുകൾ സാധ്യമാക്കുന്ന കേന്ദ്ര ഭവന നിർമ്മാണ പദ്ധതിയിൽ അംഗമാകാത്ത സംസ്ഥാനം കേരളം മാത്രമാണെന്ന് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തി. ശശി തരൂർ ലോക്സഭയിൽ നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് സഹമന്ത്രി ടോക്കൻ സാഹു ഈ വിവരം അറിയിച്ചത്. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.